കർക്കിടകം ശ്രീരാമഭക്തി നിറയുന്ന കാലം. രാമായണശീലുകളുടെയും രാമദർശനത്തിൻ്റെയും പുണ്യകാലം. രാമായണം എന്നാൽ രാമൻ്റെ ആയനം മാത്രമല്ല, രാമനിലേക്കുള്ള യാത്ര കൂടിയാണ്. ഉത്തമ വ്യക്തിത്വത്തിലേക്കുള്ള യാത്രയാണ് രാമായണ പാരായണവും രാമക്ഷേത്ര ദർശനവും എന്നാണ് വിശ്വാസം. ഈ അത്യന്താധുനിക കാലത്തും അതാണ് രാമായണത്തിൻ്റെ പ്രസക്തി കൂട്ടുന്നത്. കർക്കിടക മാസം മുഴുവൻ നീളുന്ന നാലമ്പല ദർശനവും മുടങ്ങാത്ത പാരായണവും രാമായണത്തെ കാലാതീതവും ഉത്കൃഷ്ടവുമാക്കുന്നു. കർക്കിടക മാസത്തിൽ നാലമ്പല ദർശനം പുണ്യദായകം എന്ന് വിശ്വാസം. ശ്രീരാമൻ്റെയും സഹോദരന്മാരായ ഭരതൻ, ലക്ഷ്മണൻ, ശത്രുഘ്നൻ എന്നിവരുടെയും പ്രതിഷ്ഠയുള്ള ക്ഷേത്രങ്ങളിൽ ഒരേ ദിവസം ദർശനം നടത്തുന്നതിനെയാണ് നാലമ്പല ദർശനം എന്ന് പറയുന്നത്. കർക്കിടകത്തിലെ നാലമ്പല ദർശനം വിശ്വാസികൾക്കിടയിൽ പ്രസിദ്ധമാണ്. വിശ്വാസികൾക്ക് ഇത് പുണ്യമാസമാണ്. ഒരേ ദിവസം നാലമ്പല ദർശനം സാധ്യമാക്കുന്ന ക്ഷേത്രങ്ങൾ കേരളത്തിൽ പലയിടത്തുണ്ട്. തൃശ്ശൂർ ജില്ലയിലെ തൃപ്രയാർ, ഇരിങ്ങാലക്കുടയിലെ കൂടൽമാണിക്യം, മൂഴിക്കുളത്തെ ലക്ഷ്മണ ക്ഷേത്രം, പായമ്മയിലെ ശത്രുഘ്ന ക്ഷേത്രം എന്നിവിടങ്ങളിലെ നാലമ്പല ദർശനത്തിന് നൂറ്റാണ്ടുകളുടെ പഴക്കമുണ്ടെന്നാണ് വിശ്വാസം. പണ്ടുകാലത്ത് ദൂരെ നിന്നുള്ള ഭക്തർക്ക് നാലമ്പല ദർശനം ദിവസങ്ങൾ നീളുന്ന യാത്രയായിരുന്നു. എന്നാൽ യാത്രാ സൗകര്യം മെച്ചപ്പെട്ടതോടെ ഒറ്റ ദിവസം കൊണ്ടുള്ള നാലമ്പല ദർശനം പ്രസിദ്ധമായി. ദുരിതവും വറുതിയും നിറഞ്ഞ കാലമെങ്കിലും കർക്കിടകം പുണ്യകരമാക്കാൻ നാലമ്പല ദർശനം ഏറ്റവും യോജിച്ചതെന്നാണ് വിശ്വാസം. രാമായണ പാരായണവും ക്ഷേത്രദർശനവുമൊക്കെയായി ചിങ്ങമാസത്തിൻ്റെ സമൃദ്ധിയിലേക്കുള്ള കാൽവെപ്പിനുള്ള കാത്തിരിപ്പ് കൂടിയാണ് നാലമ്പല ദർശനവും രാമായണ മാസാചരണവും. തൃപ്രയാറിൽ ശ്രീരാമനെ ദർശിച്ചാണ് നാലമ്പല ദർശനത്തിന് തുടക്കം. കൂടൽമാണിക്യത്തിൽ ഭരതൻ, മൂഴിക്കുളത്ത് ലക്ഷ്മണൻ, പായമ്മലിൽ ശത്രുഘ്നസ്വാമി എന്നീ ക്രമത്തിലായിരിക്കണം ദർശനം. നാലിടത്ത് ദർശനത്തിന് ശേഷം ഒരിക്കൽ കൂടി തൃപ്രയാറിൽ ദർശനം നടത്തുന്നത് ഒട്ടേറെ ഭക്തരുടെ പ്രത്യേകതയാണ്. അപ്പോഴേ ദർശനചക്രം പൂർത്തിയാവൂ എന്ന് കരുതുന്നവർ ഏറെയാണ്.